ഇതാ അങ്ങനെ ഒരു കുക്കർ എടുത്തു. അതിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം, ഈ കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുക്കറിൽ വേവുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ അടുപ്പിൽ വേവിച്ചിട്ട് വേറെ വേവിക്കുന്നതും ഈ കുക്കറിൽ ഇങ്ങനെ വേവിച്ചെടുക്കുന്ന രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. കുറച്ച് വെള്ളം മതിയാവും. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതാ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താൽ മതി. തിന്നായിട്ട് കട്ടിങ് ബോർഡാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മേലത്തെ അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലുതൊക്കെ ആയിട്ട് വരും, എന്നാലും കുഴപ്പമില്ല. കുക്കറിൽ ഇത് ആവി വന്നു. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വിസിൽ വരും. മോൻ്റെ കാറിരിക്കുന്നത് ഇവിടെ വെച്ചിട്ട് അംഗൻവാടി പോയതാണ് കേട്ടോ. വിസിൽ 2 എണ്ണം വന്നു. അങ്ങനെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. പുറത്ത് വെക്കുന്നതാണ്. ഞാൻ മഴയൊക്കെ പെയ്തിട്ട് അങ്ങനെ നനഞ്ഞ് കിടക്കുകയാണ്, കാരണം പുറത്ത് തീ കത്തിക്കാൻ പറ്റില്ല. അടുപ്പൊക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അകത്ത് തന്നെ വെക്കേണ്ടി വരും. ലേശം മുളക്, മല്ലി നമുക്ക് ചീനിച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും വറക്കാം. എണ്ണയൊന്നും ഇടുന്നില്ല, വെറുതെ വറുത്തെടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്കയ്ക്ക് വേണം കേട്ടോ. പെരുംജീരകമുണ്ട്, ലേശം ചെറിയ ജീരകമുണ്ട്, കുരുമുളകുണ്ട്. പട്ട മാത്രമുണ്ട്, ഗ്രാമ്പൂ ഏലക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല കേട്ടോ. എല്ലാം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് എടുക്കാം. ഒന്ന് ചൂടായാൽ മതി, കരിഞ്ഞു പോകുമൊന്നും വേണ്ട. അപ്പോൾ മതി, ഓഫാക്കാം.